ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് കല്യാണപ്രായമായി. ആലോചനകൾ പലതും റസൂലുള്ളാഹിന്റെ അരികിലെത്തി. പല ആളുകളുമായിട്ടുള്ള കല്യാണാലോചനകൾ മുറുകാനും തുടങ്ങി. ഫാത്തിമ ബീവിയുടെ സൗന്ദര്യവും ആ കുലീനതയും കണ്ട് ചോദിക്കുന്ന മഹർ കൊടുക്കാൻ അന്യദേശത്തുള്ള പണക്കാരായ പലരും മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വരാൻ തുടങ്ങി. ആ വിവരമറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലിരുന്ന് കണ്ണു നിറയാൻ തുടങ്ങി. കണ്ണു നിറഞ്ഞിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലി എന്തേ സങ്കടം? അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അബൂബക്കർ, ഫാത്തിമ ബീവിക്ക് ആലോചനകൾ വരുന്നുണ്ട്. അതിനെന്താ അലി താങ്കൾക്ക്? പ്രവാചകന്റെ ആ പ്രിയപ്പെട്ട സ്വഹാബി തിരിച്ചു പറഞ്ഞു, അബൂബക്കർ, ഫാത്തിമയെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അലി എന്തുകൊണ്ടാ താങ്കൾ ഫാത്തിമയെ മോഹിക്കുന്നത്? ഫാത്തിമ ബീവിന്റെ സൗന്ദര്യാണോ, അല്ലെങ്കിൽ ഫാത്തിമ ബീവിന്റെ വാപ്പ നബിയാണ് എന്നത് പ്രവാചകനെ തൊട്ടുള്ള പോരിശയാണോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അല്ല അബൂബക്കർ, ഫാത്തിമ ബീവിയെ പോലെ പടച്ചോനെ പേടിയുള്ള ഒരു പെണ്ണിന്റെ കൂടെണ്ടെങ്കിൽ ഞാൻ പടച്ച റബ്ബിന്റെ സ്വർഗം ഏറ്റവും വേഗം നേടിയെടുക്കും. അബൂബക്കർ, ഫാത്തിമ ബീവിയെ പോലെയുള്ള ഒരു ദീനുള്ള പെണ്ണിന്റെ കൂടെണ്ടെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരിക്കലും വൈകി കയറേണ്ടി വരൂല, ഞാൻ വേഗം സ്വർഗത്തിലെത്തും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ പറഞ്ഞു, അലി, അതാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ താങ്കൾ റസൂലുള്ളാഹിനോട് നേരിട്ട് ചോദിച്ചോ. പക്ഷെ അലി ഇബ്നു അബീ ത്വാലിബിന് ചോദിക്കാൻ ഒരു മടി. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാ അലി റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിക്കുന്നത്. അബൂ ത്വാലിബ് മരണപ്പെട്ടതിന് ശേഷം അബൂ ത്വാലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹുവിനെ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാ സംരക്ഷിച്ച് പരിപാലിച്ച്. അതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബിന് ഒരു സങ്കടം, ഞാൻ ചോദിച്ച റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടാവുമോ എന്ന്. പക്ഷേ പിന്നീട് ചരിത്രം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനും അലി റളിയല്ലാഹു അൻഹുവിനെ വലിയ ഇഷ്ടായിരുന്നു. ഫാത്തിമ ബീവിയെ അലിക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അലിയോട് ആ ആവശ്യം പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിക്കുവോ? പ്രവാചകൻ നോക്കിയതിന്റെ കൂലി ചോദിക്കുക, ഇത്രയും കാലം തിന്നാൻ കൊടുത്തതിന്റെ കണക്ക് റസൂല് മോളെ കെട്ടിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിക്കുന്ന ബേജാറുകൊണ്ട് റസൂലും ചോദിക്കുന്നില്ല. അവസാനം പിറ്റേന്ന് സുബഹി നിസ്കരിച്ചിറങ്ങി നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലേക്ക് അലി റളിയല്ലാഹു അൻഹു കയറി നിന്നു. റസൂല് ചോദിച്ചു, എന്തേ അലി? ഒന്നുമില്ല നബിയെ. എന്തോ ഉണ്ട് അലി, പറ, താങ്കൾക്ക് എന്താ വേണ്ടത്? അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, നബിയെ, ചോദ്യം അവിവേകമാണെങ്കിൽ താങ്കൾ എന്നോട് പൊറുക്കണം. അല്ല, എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ അത് താങ്കൾ അംഗീകരിച്ചു നൽകണം. എന്താ അലി കാരണം? ഫാത്തിമയെ ഞാൻ കെട്ടിക്കോളാം റസൂലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ കുറച്ചു നേരത്തേക്ക് അങ്ങ് മിണ്ടാതായി പോയിന്ന ആ സമയത്തെ പറ്റി പിന്നീട് അള്ളാന്റെ റസൂലുള്ള പറയുന്നുണ്ട്, നിന്റെ മനസ്സ് കണ്ടിട്ടാണോ റബ്ബ് അത് തീരുമാനെടുത്തത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ സന്തോഷത്തിൽ പ്രവാചകൻ നിശബ്ദനായി പോയപ്പോ കേട്ടു നിൽക്കുന്ന സഹാബാക്കളും പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരുതി അള്ളാന്റെ റസൂൽ അത് ഇഷ്ടായിട്ടില്ല എന്ന്. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോ പിന്നിലൂടെ വന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, അലി, നിന്റെ ഫാത്തിമാക്ക് പടച്ചോൻ തന്നതാങ്ങളെ. നിങ്ങളെപ്പോലെയുള്ള ഒരു വരനെ എന്റെ മകൾക്ക് വേണ്ടി കിട്ടിയത് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അലി, ആ അലി റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചെടുക്കുക. അന്ന് അലി റളിയല്ലാഹു അൻഹുവിന് ഒരു വീടില്ല, ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രമില്ല, അലി റളിയല്ലാഹു അൻഹുവിന് വരുമാനപ്പെട്ട എന്തെങ്കിലും സൗകര്യങ്ങളില്ല. പക്ഷേ പ്രവാചകന്റെ ജീവിതത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഫാത്തിമ ബീവിയെ കിട്ടിയതിന് ശേഷം എത്ര മനോഹരായിട്ട് അവര് ജീവിച്ചതെന്നറിയോ, എത്ര സന്തോഷത്തിൽ അവര് ജീവിച്ചതെന്നറിയോ. ഇന്നും ചില മാപ്പിള കവികൾക്ക് പാടി മതി വന്നിട്ടില്ല അവരുടെ ജീവിതം. ഇന്നും ഏത് മാപ്പിളപ്പാട്ടിന്റെ തുടക്കത്തിലും നമ്മൾ കേൾക്കാറില്ലേ, കൽബാണ് ഫാത്തിമ, അഴകാണ് ഫാത്തിമ, കുളിരാണ് ഫാത്തിമ, നെഞ്ചിനുള്ളിൽ ഫാത്തിമ. എന്തുകൊണ്ടാ? അത്രക്ക് മനോഹര അവരുടെ ജീവിതം, അത്രക്ക് മധുരത്തിൽ അവരുടെ ജീവിതം. വായിക്കുന്ന ഓരോ ചരിത്രത്തിലും, വായിക്കുന്ന ഓരോ വരികളിലും കണ്ണുനീരോടെ അല്ലാതെ നമുക്കത് വായിക്കാനും പറ്റൂല. 9 മാസം ഗർഭിണിയായ ഫാത്തിമ ബീവി ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആഗ്രഹം പറയുന്നുണ്ട്, അലി, എനിക്ക് മധുരമുള്ള കാരക്ക തിന്നാൻ പൂതിയുണ്ട് അലി. ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ഫാത്തിമ ബീവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവിലേക്ക് ഇറങ്ങി. പല സ്ഥാപനത്തിലും ചെന്ന് കടം ചോദിച്ചു കൊടുക്കുന്നില്ല. അവസാനം കയ്യിലുള്ള പടയങ്കി ഒരു ജൂതന്റെ സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയ പണം കൊണ്ട് മധുരമുള്ള പാകപ്പെട്ട തേനൊലിക്കുന്ന ഈത്തപ്പഴവുമായി അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടുക, ഫാത്തിമ ബീവിക്ക് കൊടുക്കാൻ. ആ കൈ നിറയെ കാരക്ക കണ്ട പ്രവാചകന്റെ സഹാബാക്കളിൽ ചിലർ, പട്ടിണി കിടക്കുന്ന സഹാബാക്കൾ, മദീനത്തെ പള്ളിയുടെ മുൻഭാഗത്ത് നിന്ന് ചോദിച്ചു, അലി, ഒരു കാരക്ക ഞങ്ങൾക്ക് താ അലി.
ഞങ്ങൾ 3 ദിവസമായി പട്ടിണിയായി. അലി റളിയല്ലാഹു അൻഹു 2 കൈയും സഹാബാക്കളെ നേരെ നീട്ടി കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആ കയ്യിലുള്ള മുഴുവൻ കാരക്കയും സഹാബാക്കൾ കഴിച്ചു. വെറും കയ്യോടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബീബി ഒന്ന് നോക്കി ഇങ്ങനെ ചിരിച്ചു. പിന്നെ ഒരക്ഷരം ശബ്ദിക്കാതെ വീട്ടിലുള്ള കുറച്ച് ഗോതമ്പെടുത്ത് അത് പരത്തി ചുട്ട് മാവ് ചുട്ട് ആ റൊട്ടിയെടുത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ കൊണ്ടുവച്ചിട്ട് ഫാത്തിമ ബീബി പറഞ്ഞു, കഴിച്ചോളൂ അലി. അലി റളിയല്ലാഹു അൻഹു ആ റൊട്ടി ഇങ്ങനെ മുറിക്കുമ്പോഴേക്കും അറിയാണ്ട് അങ്ങ് കരഞ്ഞു പോകും. ഫാത്തിമ ബീബി അടുത്തിരുന്ന് ചോദിക്കും, എന്തിനാ അലി കരയെന്ന്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കും, ഫാത്തിമ നീ എന്താ എന്നോട് ആ റൊട്ടീനെ പറ്റി കാരക്കനെ പറ്റി ചോദിക്കാത്ത? അതിന് ഫാത്തിമ ബീവി തിരിച്ചു പറയുന്നൊരു മറുപടി ഉണ്ട്, അലി എനിക്കുറപ്പാ ഒന്നുകിൽ നിങ്ങൾക്ക് കാരക്ക കിട്ടിയിട്ടുണ്ടാവില്ല, ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടാകും, അല്ലാതെ നിങ്ങൾ എന്നെ മറക്കൂലെന്ന് എനിക്കറിയാലി. അത് കേട്ട അലി റളിയല്ലാഹു അൻഹു ഒന്നല്ലാതെ അങ്ങ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ആ റൊട്ടി വായിലേക്ക് വെച്ച് ആ സംഭവങ്ങൾ മുഴുവനും വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അലിയുടെ വായിലുള്ള റൊട്ടിയിലോടൊപ്പം അലിയുടെ ചുണ്ടത്തുമ്മ വെച്ചിട്ട് ഫാത്തിമ ബീബി പറഞ്ഞു, അലി ആ കാരക്ക തിന്നതിനേക്കാളും എനിക്ക് സന്തോഷമായി അലി, അതിനേക്കാളും മധുരം തോന്നുന്നുണ്ട് അലി താങ്കൾ ചെയ്ത നന്മയോർത്തിട്ട്. എന്ത് രസായിരുന്നു മനുഷ്യരെ ജീവിതം. 5 നയാ പൈസ കയ്യിലില്ല, ഒരു കയറി കിടക്കാൻ AC പോട്ടെ, ഒരു ഈത്തപ്പനന്റെ കുടില് എഴുന്നേറ്റ് നിന്ന മുകളിൽ തട്ടുന്ന തലയാ. ഒരു രാവിലെ നേരം വെളുത്ത് സുബഹിയൊക്കെ അടുത്ത സമയത്ത് അലി റളിയല്ലാഹു അൻഹു കച്ചവടം കഴിഞ്ഞ് ക്ഷീണിച്ച് തിരിച്ചു വരുന്നത്. ദൂരത്തു നിന്നും ഫാത്തിമ ബീവി പല്ല് തേക്കുന്നത് കണ്ട് അലി റളിയല്ലാഹു അൻഹു ഒരല്പം ശബ്ദമുയർത്തിയിട്ട് ചോദിച്ചു, ഉറക്കെ ചോദിക്കുക. അലി റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ക്ഷീണത്തിലാ, യാത്ര ചെയ്ത് ക്ഷീണിച്ച് മുടിയൊക്കെ പാറിപ്പറന്നിട്ടാ വരുന്നത്. പക്ഷേ ഫാത്തിമ ബീവി ഇങ്ങനെ പല്ലേക്കുന്നത് കണ്ടപ്പം അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉറക്കെ വിളിച്ചു ചോദിക്കുക, ഫാത്തിമ ഞാൻ വരുന്നതിന്റെ മുൻപേ നിന്റെ ചുണ്ട് കീഴടക്കിയ ആ കൊള്ളിക്കഷണത്തെ ഞാൻ കൊന്നുകളയും ഫാത്തിമ, ആ അധരങ്ങൾ അതെന്റേതാണ് ഫാത്തിമ. ഒരു തമാശയാ. നേരം വെളുത്ത സമയമാകുമ്പോഴേക്കും എന്റെ ചുണ്ടുമ്മൽ ആ ബ്രഷ് കേറിയില്ലേ ഫാത്തിമ? ഇത് കേട്ട ഫാത്തിമ ബീവി തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു, അലി ആ അധരങ്ങൾ താങ്കളെ കാത്തിരിക്കുകയാ. എന്തു മനോഹര മനുഷ്യരെ അവരെ ജീവിതം, എന്ത് രസാണ് ആ മധുരമുള്ള കുടുംബം. ഈഗോ ഇല്ലാത്ത, ശത്രുതയില്ലാത്ത, വീർപ്പുമുട്ടലുകളില്ലാത്ത, പണത്തിന് വേണ്ടി ആർത്തി പിടിക്കാത്ത, പരലോകത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ചിരുന്നൊരു കുടുംബം. കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുണ്ടല്ലോ സന്തോഷം അല്ലാഹു തആല നമുക്ക് എത്തിച്ചേരും. ആ ദീനിന്റെ കുറവെന്താന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് ചില മാതാപിതാക്കൾ സങ്കടപ്പെടാറില്ലേ, മക്കള് സംരക്ഷിക്കോന്ന് ഉറപ്പില്ല, ഇരിക്കുങ്ങളൊന്നും എന്നെ നോക്കൂല. ചില വാപ്പാർ ഇപ്പോഴേ സങ്കടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്, 4-5 മക്കളുണ്ട്, ഒരൊറ്റയൊന്നും എന്നെ നോക്കുന്നില്ല, എനിക്ക് തിന്നാൻ തരുന്നില്ല. ചില അമ്മമാരിപ്പോഴും ബേജാറില്ല. കുടുംബത്തിൽ ദീനുണ്ടോ ഒരു മാതാപിതാക്കളും അവഗണിക്കപ്പെടൂല, ഒരു മാതാപിതാക്കളും സങ്കടപ്പെടൂല.